സംഗീതയുടെ പേര് മാറ്റിയിട്ടാണ് സാക്ഷാശ്രീ ആക്കിയിരിക്കുന്നത്. തമിഴിൽ പോയ ഫുൾ പേര് അവിടെ കുറച്ചുകൂടെ ഈ ആസ്ട്രോളജി ന്യൂമറോളജിയിൽ അവർക്ക് ഒരു ഭയങ്കര വിശ്വാസമാണ്. അറബിയൊക്കെ നന്നായിട്ട് അറിയോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ അറബി സംസാരിക്കില്ല. ഇല്ലേ, എനിക്ക് ഓരോ ദിവസം തലേന്ന് ഇങ്ങനെ ഡയലോഗ് തരുമായിരുന്നു. ഞാൻ അത് ഇരുന്ന് ബൈഹാർട്ട് പഠിക്കും. എനിക്ക് സംശയമുള്ളത് ഈ പറഞ്ഞ പോലെ അവരെ എനിക്ക് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു തരും. ഞാൻ പൃഥ്വിരാജ് ഒരു വലിയ ഫാനാണ്. ആൻഡ് പുള്ളിയുടെ കൂടെ എനിക്ക് അഭിനയിക്കാനും പറ്റിയിരുന്നു. നയനിലൊരു ചെറിയ സ്ക്രീൻ സ്പേസ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി എന്നെ ലൈക്ക് എന്തോ രീതിയിൽ എന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത്. ഇറാനിലെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? ഡയറക്ടേഴ്സ് ഒക്കെ ഇറാനിയന്മാരൊക്കെ എങ്ങനെയുണ്ട്? ആൾക്കാർ എല്ലായിടത്തും നല്ലതാണ് ശരിക്കും പറഞ്ഞാലേ. ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മളെ കുറച്ച് വേദനിപ്പിക്കുന്നുണ്ട്. എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുക, ഈ കാസ്റ്റിംഗ് കൗച്ച് അങ്ങനെ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് ഇതെല്ലാം കാണുന്ന ഒരു കാര്യമല്ല. പല സെറ്റുകളിലും ഞാൻ പോയ എക്സ്പീരിയൻസ് ഉള്ള പല സെറ്റുകളിലും ഒരു ചെറിയൊരു വിവേചനം അവർ വെക്കാറുണ്ട്. ലൈക്ക് ഓക്കെ മെയിൻ ആർട്ടിസ്റ്റ് ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ, പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഫുഡിന് പോലും അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവും. സിനിമയിൽ നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം റിജക്ഷൻസ് തന്നെയാണ്. നമുക്ക് ഒരുപാട് നമ്മൾ ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും നമുക്ക് നല്ല റിജക്ഷൻസ് വരും. അത് ആ റിജക്ഷൻ നമുക്ക് വരുമ്പോഴേ നമ്മൾ ഇമ്പ്രൂവ് ആവുള്ളൂ. അത് വലിയൊരു പോയിന്റ് ആണ്. അപ്പം റിജക്ഷൻസ് കിട്ടി നമ്മൾ എത്തണം. ഇപ്പം കാരവനിൽ നിന്ന് ഒരു ആക്ടറിനെ നമ്മൾ പിക്ക് ചെയ്ത് അവരെ ലൊക്കേഷനിൽ ഡ്രോപ്പ് ചെയ്യുന്നത് തൊട്ട് അവർക്ക് നമ്മൾ ഒരു പാഡ് നമ്മൾ കൊടുക്കുന്നത് തൊട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് തൊട്ട് അവരുടെ കോസ്റ്റ്യൂം ചെക്ക് ചെയ്യുന്നത് തൊട്ട് ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും എവിടെയെങ്കിലും പാളിച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ തെറിവിളി 101% ഉറപ്പാണ്. കേട്ടിട്ടുണ്ടോ? ഒരുപാട്. നമ്മൾ വിചാരിക്കും പോലെയല്ല. അവരുടെ കഷ്ടപ്പാട്, ഉറക്കമില്ലായ്മ, അവരുടെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ നട്ടെന്ന് പറയുന്നത്. അവര് ശരിക്കും സെറ്റിൽ ഓടി നടന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നതാണ്. അവർക്കൊരു വലിയൊരു എന്താ പറയാ, ഞാൻ ഭയങ്കരമായിട്ട് അവരെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങിയത് ശേഷം. ഞാൻ പേഴ്സണലി പോയി അവരുടെ ആ സ്പേസിൽ നിന്നപ്പോഴാണ് ഞാൻ അവരുടെ പണി എത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണ് അവരെന്നുള്ളത് മനസ്സിലാക്കുന്നത്. അന്ന് എനിക്ക് തോന്നുന്നു ലാലു അലക്സോ ആരോ ഒരാളുമായിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീക്വൻസിൽ അങ്ങോട്ട് തിരുത്തി കൊടുത്തു. ഞാൻ ഇങ്ങനെ പെട്ടെന്ന് സ്ക്രിപ്റ്റ് പാഡ് എടുത്ത് വെച്ചിട്ട് മറിച്ച് നോക്കിയപ്പോഴേ കറക്റ്റ് ആ വേർഡ് എന്തോ ഒരു വേർഡായിരുന്നു കറക്റ്റ് ആയിട്ട് അതുപോലെ മെമ്മറിയുടെ ഇതല്ലേ. പുള്ളിയുടെ ഡയലോഗ് അല്ല, ലാലു അലക്സിന്റെ ഡയലോഗ് ആണെന്നുള്ളത് ആലോചിക്കണം. എന്നോട് ചോദിച്ചു അറബി സംസാരിക്കുമെന്ന്. ഞാൻ പറഞ്ഞില്ല, അറബി സംസാരിക്കില്ല എന്ന് പറഞ്ഞു. എന്താ അറിയാം അറബിയിലെന്ന്. അപ്പൊ ഞാൻ വോയിസ് വിട്ടു, അസ്സലാമു അലൈക്കും കൈഫൽ ഹാലിക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വോയിസ് വിട്ടു. ഇത്രയൊക്കെ എനിക്കറിയാം, പക്ഷെ ഡയലോഗ് തന്നാൽ ഞാൻ ആ സ്ലാങ് പിടിച്ചോളാം എന്ന് പറഞ്ഞു. ഇല്ല, എന്നോട് പറഞ്ഞു ഒന്ന് വരണം, നമുക്ക് ഓഡിഷൻ നോക്കണം എന്നൊക്കെ പറഞ്ഞു. ഇറാനികൾ നമ്മൾ പൊതുവെ നമ്മൾ ഇടപെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാ ചോദിക്കുന്നത്. അടിപൊളിയാണ്, അടിപൊളി. ശരിക്കും പറഞ്ഞാൽ ഈ പറഞ്ഞ നമ്മളെപ്പോലെ തന്നെയാണ് അവരും. കാലം മുടിയലാം നാം കാതൽ മുടിയുമാ നീ പാർക്ക പാർക്ക കാതൽ കൂടുതേ. ഹായ്, ഹലോ, വെൽക്കം ടു സിനിമാടെക്. വടം എന്ന സിനിമയുടെ വിശേഷങ്ങളുമായി ഇന്ന് എന്നോടൊപ്പം ചേരുന്നത് 3 നായികമാരാണ്. നമുക്ക് വെൽക്കം ചെയ്യാം. സ്വാഗതം. താങ്ക് യു. ആദ്യം തന്നെ ഗായത്രി മയൂര, മുൻസില കിസ്കോത്ത്, സിനി ശിവരാജ്. അപ്പം നിങ്ങള് വീടൊക്കെ എവിടെയാണ്? അതൊന്ന് പറയാം, സ്വയം ഒന്ന് പരിചയപ്പെടുത്താവോ? ഓക്കെ, അപ്പം എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം? അപ്പം എൻ്റെ പേര് ഗായത്രി മയൂര. ഞാൻ ആക്ച്വലി ട്രിവാൻഡ്രം സ്വദേശിയാണ്. ഇപ്പൊ തമിഴ് ഇൻഡസ്ട്രിക്ക് വേണ്ടിയിട്ട് പേരൊന്ന് ചെറുതായിട്ട് മാറ്റിയിട്ടുണ്ട്. ദ്വീപിക എന്ന് പേര് മാറ്റി. ദ്വീപിക. അതെ. ആൻഡ് ഞാൻ പഠിച്ചത് വളർന്നതെല്ലാം ട്രിവാൻഡ്രം ആണ്. സിനിമ ഇൻഡസ്ട്രി വന്നിട്ട് കുറച്ച് കാലമാകുന്നു. ചൈൽഡ് ആർട്ടിസ്റ്റായിട്ട് തന്നെ വന്നു. അങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്തുകൊണ്ട് ഇരിക്കുന്നു. സിനിമയിൽ കൂടുതൽ സജീവമായിട്ട് നിൽക്കുന്നു. മോഡലിംഗ് ഫീൽഡിലും അത്യാവശ്യം വർക്ക് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒപ്പം ഞാൻ എൻ്റെ പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്തത് ഫിലിം മേക്കിങ്ങിലായിരുന്നു. അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിനുശേഷം അഗെയിൻ ബാക്ക് ടു ആക്ടിങ് ആയിട്ട് അങ്ങനെ നിൽക്കുന്നു. ആൻഡ് ഇതിപ്പോൾ എൻ്റെ 2ാമത്തെ തമിഴ് മൂവിയാണ് വടം. ആദ്യത്തിൽ നായികയായിട്ടായിരുന്നല്ലോ. അതെ, രജനി ഗാങ് എന്ന് പറയുന്ന പടത്തിൽ ഞാൻ നായികയായിട്ട് ചെയ്തു. ഇതിലും നട്ടി സാറിന് പേര്, ഇതിൽ വിമലിനൊരു പേരുണ്ട്, നട്ടി സാറിനൊരു പേര്, അങ്ങനെ മുൻസില. ഭയങ്കര വെറൈറ്റി നെയിമാണ്, ഒരു അറബിക് നെയിം പോലെ ഉണ്ട് കേൾക്കുമ്പോൾ. ഓക്കെ, ഞാൻ കാലിക്കറ്റ് സ്വദേശിയാണ്. കരിയർ സ്റ്റാർട്ട് ചെയ്തത് UAE-യിലായിരുന്നു.
അവിടെ ഞാൻ അറബിയിലാണ് ആക്ച്വലി ആക്ടിങ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പം രേഖാചിത്രത്തിലൂടെ മലയാളത്തിൽ ചെറിയൊരു റോൾ ചെയ്തിട്ടാണ് ഞാൻ എൻട്രി ആയത്. തമിഴിൽ ഇതെൻ്റെ ഫസ്റ്റ് മൂവിയാണ്. അപ്പം ഇപ്പോൾ ഒരു 1.5 വർഷമായി ഞാൻ ഇവിടെ കൊച്ചിയിൽ സെറ്റിലായിട്ട്. കാരണം എനിക്ക് ഓഡിഷൻസ് അറ്റൻഡ് ചെയ്യാനും ഇപ്പോൾ ചെന്നൈയിലാണെങ്കിലും പോകാനും കുറച്ചും കൂടി ഈസി ആണല്ലോ. മറ്റേത് അവിടെ നിന്ന് വന്ന് പോവുമായിരുന്നു. അപ്പോൾ ഇവിടെ നിന്നാൽ എനിക്ക് കുറച്ചും കൂടി ഇതിലേക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇപ്പം കൊച്ചിയിൽ സെറ്റിൽഡാണ്. ഓക്കെ. സിനി? അതെ, ഞാൻ പാലക്കാട്ടുകാരിയാണ്, പക്ഷെ സെറ്റിൽഡ് വന്ന് ബാംഗ്ലൂർ. ഇതെൻ്റെ 3ാമത്തെ മൂവിയാണ്. ഇനി ഒരു മൂവിയും കൂടെ റിലീസിനുണ്ട്. സോ ഫുൾ ആൻഡ് ഫുൾ ഞാൻ ആക്ടിങ്ങിൽ തന്നെയാണ്. ഫസ്റ്റ് മൂവി വന്നിട്ട് ഭരത്തിൻ്റെ കൂടെ ആയിരുന്നു, വൺസ് അപ്പോൺ എ ടൈം ഇൻ മെഡ്രാസ്. സോ ലീഡ് റോളായിരുന്നു അവരുടെ. ഇത് വന്നിട്ട് ഫ്രണ്ട് ക്യാരക്ടറാണ്. ദെൻ ബാലശരവണന് വന്നിട്ട് ഒരു പെയറായിട്ടും. സോ അതാണ് എൻ്റെ ഇതിലെ റോള്. ഓക്കെ. ഇനി സിനിമയിലേക്ക് വരുവാണെങ്കിൽ വടം എന്നാണ് സിനിമയുടെ പേര്. വടമൊക്കെ വലിച്ചിട്ടുണ്ടോ? വടം ആക്ച്വലി ആ വടം അല്ല ഈ വടം. എന്താണ് ഈ വടം ഉദ്ദേശിക്കുന്നത്? ഇത് വടംശി വരട്ട് എന്ന് പറയുന്ന ഒരു കൾച്ചറിന്റെ ലൈക്ക് ജെല്ലിക്കെട്ട് പോലെ ഉള്ള ഒരു സംഭവം. അതാണ് ആക്ച്വലി ഈ ഒരു മൂവിയുടെ ഒരു എന്താ പറയുക, ഒരു റൂറൽ കൾച്ചറാണ് ആക്ച്വലി. ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ കുറച്ച് അടിപൊളി സീൻസ് ഒക്കെ ഉണ്ട് ഈ കാളയുടെ. കാളയായിട്ട് സീൻ ഉണ്ടായിരുന്നോ? ശരിക്കും എനിക്ക് പെറ്റ്സിനെ ഭയങ്കര പേടിയാണ്. ലൈക്ക് അടുത്തോട്ട് പോകാൻ. കാണാനൊക്കെ ഇഷ്ടമാണ്. എന്നോട് കാളനെ പിടിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്ങനെ ഒരു സീനിലുണ്ട്. പക്ഷെ എന്താണെന്നറിയില്ല, ആ സമയത്ത് ചെയ്തു. പക്ഷെ കാള ഭയങ്കര കോർപ്പറേറ്റ് ആയിരുന്നു. കാളയെ അങ്ങ് ഒരുക്കി എടുത്തു. എങ്ങനെയുണ്ടായിരുന്നു വടം? ബേസിക്കലി വടം ഫസ്റ്റ് ഓഫ് ഓൾ ഡയറക്ഷൻ കേന്ദ്രൻ എന്ന് പറയുന്ന പുള്ളിയാണ്. ആൻഡ് പ്രൊഡക്ഷൻ വന്നിട്ട് മാസാനി പിക്ചേഴ്സിന്റെ പ്രൊഡക്ഷനിൽ രാജശേഖറാണ് പ്രൊഡ്യൂസർ ആയിട്ട് ഉള്ളത്. ആൻഡ് വിമൽ നട്ടി, പിന്നെ ശ്രീ, അങ്ങനെ കുറച്ചധികം ആർട്ടിസ്റ്റുണ്ട്. പിന്നെ നരേൻ സാർ ഉണ്ട്, മുനീഷ് കാന്ത് ഉണ്ട്, ഈ പറയുന്ന പോലെ ബാലശരവണൻ, അങ്ങനെ ഒരുപാട് തമിഴിൽ ഫേമസ് ആയിട്ടുള്ള ആർട്ടിസ്റ്റ് ഇതിൽ കോമ്പിനേഷൻ വരുന്നുണ്ട്. ആൻഡ് അതിലെനിക്ക് ഞാൻ നട്ടി സാറിൻ്റെ വൈഫ് ക്യാരക്ടറായിട്ടാണ്. ആൻഡ് പുള്ളിക്കാരിക്ക് സംഗീത എന്നെനിക്ക് വരുള്ളൂ. സംഗീതയുടെ പേര് മാറ്റിയിട്ടാണ് സനക്ഷാശ്രീ ആക്കിയിരിക്കുന്നത്. തമിഴിൽ പോയ ഫുൾ പേര് അവിടെ കുറച്ചുകൂടെ ഈ ആസ്ട്രോളജി ന്യൂമറോളജിയിൽ അവർക്ക് ഒരു ഭയങ്കര വിശ്വാസമുണ്ട്. സോ അപ്പൊ അതനുസരിച്ച് നോക്കിയിട്ടാണ് അവര് അങ്ങനെ ഒരു ചേഞ്ച് കൊണ്ടുവന്നത്. ഇതൊക്കെയാണ്. പിന്നെ ഡിമാൻ സാറാണ് മ്യൂസിക് കമ്പോസർ. മ്യൂസിക് ഏതാണ്ട് 4 സോങ്സോളം ഇതിൽ ടോട്ടലുണ്ട്. ചിന്മയി പാടിയിട്ടുണ്ട്. ശ്വേതാ മോഹന്റെ ഒരു സോങ് ഉണ്ട്. ചിന്മയ മാമിന്റെ സോങ് ആക്ച്വലി അത്യാവശ്യം നല്ല വൈറലായിട്ട് പോകുന്നുണ്ട്. പിന്നെ ഈ മൻസാറിന്റെ കേസ് ഞാൻ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട കാര്യമില്ലല്ലോ. തമിഴിലും മലയാളത്തിലും അതെ, പാണ്ടിമണി സോങ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു കുത്ത് സോങ് ആണ്. അതൊരു കാളയ്ക്കായിട്ട് ആ ക്യാരക്ടറിന് വേണ്ടി പാണ്ടിമണി എന്ന് പറയുന്ന ഒരു ക്യാരക്ടർ ഉണ്ട്. ആ കാളയുടെ പേരാണ് ഇതില്. പുള്ളി ക്യാരക്ടറിന്റെ ഇൻട്രോ ആണ് ആ സോങ്ങും ആയിട്ട് അങ്ങനെ പോകുന്നത്. അതുപോലെ ഒരു സോങ് പൊങ്കൽ എന്ന് പറയുന്ന ഒരു സോങ് കൂടെ ഉണ്ട്. പൊങ്കൽ സോങ്ങും അതും ഈ പറഞ്ഞ പോലെ അടിപൊളി നല്ല കുത്ത് വൈബാണ് ബേസിക്കലി അതിന്റെ ഒരു പാറ്റേൺ. ഇത് പൊങ്കൽ സാർ ആയതുകൊണ്ട് തന്നെ മ്യൂസിക് എക്സ്ട്രീം ലെവലിലാണ് പോയിട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഈ പേര് മാറ്റുന്നതിനെ കുറിച്ച് പറഞ്ഞു. സ്വന്തം പേരിൽ അറിയപ്പെടുക അങ്ങനെ വിചാരിച്ചിട്ടുണ്ടായിരുന്നോ? എന്ന് വെച്ചാൽ പേര് മാറ്റുമ്പോൾ നമ്മളെപ്പോഴും ഗായത്രി ആണല്ലോ മലയാളികൾ അറിയപ്പെടുന്നത്. അപ്പൊ പേര് മാറ്റുമ്പോൾ ഒരു വിഷമം ഉണ്ടായിരുന്നോ? ഇല്ല, ഞാൻ ഇവിടെ പേര് അങ്ങനെ മാറ്റിയിട്ടൊന്നുമില്ല. ഞാൻ ഇൻസ്റ്റയിൽ മാത്രം മാറ്റിയിട്ടുള്ളൂ. എന്ന് പറഞ്ഞാലും ഈ പറയുന്ന ഇൻഡസ്ട്രി നെയിം ചേഞ്ച് ചെയ്തു എന്ന് വെച്ചിട്ട് എന്നെ ആരും ദ്വീപിക എന്ന് വിളിക്കാറില്ല. അതൊരു കാര്യമാണ്. ഗായത്രി മയൂര എന്നുള്ളത് എൻ്റെ ഐഡന്റിറ്റിയാണ്. അത് ഈ പറയുന്ന പോലെ ഇനി എന്ത് പേര് മാറ്റിയെന്ന് പറഞ്ഞാലും ഈ ഐഡന്റിറ്റി ഇങ്ങനെ കിടക്കുന്നതുകൊണ്ട് എന്നെ അങ്ങനെ വിളിക്കുള്ളൂ. നല്ലൊരു നെയിമാണ്. പിന്നെ അവരുടെ ഒരു താല്പര്യപ്രകാരം നമ്മൾ അങ്ങനെ ഒരു പേര് വെച്ചു എന്നുള്ളതേ ഉള്ളൂ. സിനി എങ്ങനെയാണ് ഈ സിനിമയിലേക്ക് വന്നത്? 4 നായികമാരില്ലേ, എല്ലാം പെണ്ണുങ്ങൾ കൊണ്ടുപോയ മൂവി? ആക്ച്വലി ഇതിൽ എനിക്ക് വരാൻ പറ്റിയത് മെയിൻ കേന്ദ്രൻ സാർ, ഡയറക്ടർ സാറാണ്. സോ അവർ ഓഡിഷൻ വെച്ചായിരുന്നു. സോ അങ്ങനെ സെലക്റ്റായി. പിന്നെ രാജശേഖരൻ സാർ പ്രൊഡ്യൂസർ, അവരുടെ എല്ലാം ഒരു അനുഗ്രഹം കൊണ്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അതേപോലെ എന്താ പറയുക, DOP പ്രസന്ന, ദെൻ മ്യൂസിക് ഇമാൻ സാർ, ദെൻ പാട്ട് പാടിയത് ചിന്മയി ആൻഡ് ശ്വേതാ മോഹൻ. സോ എല്ലാവരുടെയും ഒരു എന്താ പറയുക, ഒരു സംഭവം ഉള്ളത് കൊണ്ടാണ് ഇപ്പം നമ്മളിവിടെ നിൽക്കുന്നത്. നമ്മൾ ഇതിലൊരു ഭാഗമാവാൻ പറ്റി. സോ ഐ എം സോ ഹാപ്പി. ആക്ച്വലി ഞാനുണ്ടല്ലോ ഈ പറഞ്ഞതുപോലെ ഇതിൽ നായികാവേശമൊന്നും അല്ല കേട്ടോ, ഞാനൊരു ക്യാരക്ടർ റോളാണ് ചെയ്തത്.
ബട്ട് ഐ എം സോ പ്രൗഡ് ഈ ഒരു മസാനി പിക്ചേഴ്സിൻ്റെ കൂടെ ഇങ്ങനെ ഒരു തമിഴിൽ തുടക്കം കുറിക്കാൻ പറ്റിയതിൽ. പിന്നെ അവരെന്നെ പ്രൊമോഷന് ക്ഷണിച്ചപ്പോൾ തന്നെ ഐ എം സോ ഹാപ്പി. പിന്നെ ഇവരുടെ കൂടെ ഇത്രയും ദിവസം സ്പെൻഡ് ചെയ്യാൻ പറ്റിയതിൽ. അല്ലാതെ ഞാൻ ഹീറോയിൻ ഒന്നും അല്ല ഇതില്. ഓക്കെ ക്യാരക്ടർ റോൾ ഇപ്പൊ അങ്ങനെ ഹീറോയിൻ എന്നില്ലല്ലോ. സബ്ജക്റ്റിന് എന്താണോ അത് തന്നെ അനിവാര്യം. ഇപ്പം മുൻസിലെ പെട്ടെന്ന് പേര് വിട്ടുപോകുന്നു, മുൻസില കിസ്കോത്ത്. അപ്പൊ അറബിയിലാണ് ശരിക്കും തുടക്കം. അപ്പൊ അറബിയൊക്കെ നന്നായിട്ട് അറിയോ? ശരിക്കും പറഞ്ഞാൽ ഞാൻ അറബി സംസാരിക്കില്ല. ഇല്ലേ? എനിക്ക് ഓരോ ദിവസം തലേന്ന് ഇങ്ങനെ ഡയലോഗ് തരുമായിരുന്നു. ഞാനത് ഇരുന്ന് ബൈഹാർട്ട് പഠിക്കും. എനിക്ക് സംശയമുള്ളത് ഈ പറഞ്ഞ പോലെ അവരെ എനിക്ക് റെക്കോർഡ് ചെയ്തിട്ട് അയച്ചു തരും. ഞാൻ വായിച്ച് പഠിക്കും, കുറച്ച് അറബി വായിക്കും. അപ്പോൾ വായിച്ച് പഠിക്കുന്നതിനെക്കാട്ടി ഞാൻ കേട്ട് പഠിക്കുമായിരുന്നു ഓരോ ഡയലോഗും. പിന്നെ ഞാൻ ഫസ്റ്റ് ചെയ്ത സീരീസിൽ ഞാൻ നേഴ്സായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഇന്ത്യൻ നേഴ്സാണ്. അറബിക് സീരീസിൽ ഇന്ത്യൻ നേഴ്സായി പറഞ്ഞ MBC ചാനലിൽ ചെയ്ത സീരീസിൽ. അപ്പോൾ അവർ പറയായിരുന്നു, മനസ്സിലൊക്കെ അറബി കിട്ടാത്ത സ്ഥലത്ത് ഇയാൾ ഇംഗ്ലീഷ് യൂസ് ചെയ്തോ, ഇയാളുടെ ഓൺ ലാംഗ്വേജ് യൂസ് ചെയ്തോ എന്ന് പറയാം. അത് ഭയങ്കര കംഫർട്ടബിൾ ആയിരുന്നു എനിക്ക് ശരിക്കും പറഞ്ഞത്. പിന്നെ അതിന് പുറമെ ഞാനൊരു ഇറാനിയൻ സീരീസും ഒരു ഇംഗ്ലീഷ് മൂവിയും ചെയ്തിട്ടുണ്ട്. ഇറാനിയനിൽ നമ്മൾ 5 ആക്ടേഴ്സ് ആയിരുന്നു, 5 നാഷണാലിറ്റി ആയിരുന്നു. അതിൽ ഇന്ത്യ ഞാനാണ് ചെയ്തത്. അത് ഇറാനിലാണ് ആക്ച്വലി അത് റിലീസായതും. പിന്നെ ഇംഗ്ലീഷ് മൂവിയിൽ ഈ പറഞ്ഞ പോലെ ഒരു ക്യാരക്ടർ റോളായിരുന്നു. അത് ദ ഡ്രീം എന്നായിരുന്നു മൂവിയുടെ പേര്. UAE മാത്രമേ റിലീസായിട്ടുള്ളൂ. അതിൻ്റെ ഭാഗമാവാൻ പറ്റി. ഇറാനിലായിരുന്നു ഷൂട്ടൊക്കെ? ഇപ്പൊ ഇറാനിൽ മൊത്തം സംഘർഷം. UAE ഷൂട്ട്. ഇറാനിലെ ക്രൂ എല്ലാം വന്നത് ഇറാനിൽ നിന്നായിരുന്നു. UAE കംപ്ലീറ്റ് ഷൂട്ട്. ഇതിന്റെ ഡയറക്ടർ മെരിയം താഹിർ എന്നാണ് ഡയറക്ടർ പേര്. ഷീ ഫ്രം ഇറാൻ, പക്ഷെ അവര് UAE സെറ്റിൽഡ് ആയിരുന്നു. അപ്പം ഷൂട്ട് കാര്യങ്ങളെല്ലാം UAE നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ശരിക്കും പറഞ്ഞ. ഇപ്പൊ UAE ഇറാനും തമ്മിൽ നല്ല ഇതിലല്ലോ. ഇറാനിലെ ആൾക്കാരൊക്കെ എങ്ങനെയുണ്ട്? ഡയറക്ടേഴ്സ് ഒക്കെ ഇറാനിയന്മാരൊക്കെ എങ്ങനെയുണ്ട്? ആൾക്കാർ എല്ലായിടത്തും എല്ലാവരും നല്ലതാണ് ശരിക്കും പറഞ്ഞല്ലേ. ആണോ? ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നമ്മളെ കുറച്ച് വേദനിപ്പിക്കുന്നുണ്ട്. അതും ഇതായിട്ട് ഒരു ബന്ധമില്ല, അത് ഞാൻ ഇവിടെ പറയേണ്ട ആവശ്യമില്ല, അറിയാതെ. എന്നാലും ഇറാനികൾ നമ്മൾ പൊതുവെ നമ്മൾ ഇടപെട്ടിട്ടില്ലല്ലോ, അതുകൊണ്ടാ ചോദിക്കുന്നത്. അടിപൊളിയാണ്, അടിപൊളി. ശരിക്കും പറഞ്ഞ ഈ നമ്മളെപ്പോലെ തന്നെയാണ് അവരും. സിനിമ എന്ന് പറയുന്ന സ്വപ്നം. പക്ഷെ നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ സിനിമ ഒക്കെ കുറച്ചും കൂടെ നാച്ചുറൽ ആണ്, ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ. അവിടെ കുറച്ചും കൂടെ ഡ്രാമാറ്റിക് ആണ്. പക്ഷെ ഇപ്പം നമ്മളെല്ലാവരും അവർ വാച്ച് ചെയ്യുന്നുണ്ടല്ലോ, എപ്പോഴും ഇങ്ങനെ ഒരു പോസ്റ്റ് കാണുമ്പോൾ അപ്രീഷിയേറ്റ് ചെയ്യും, നിങ്ങളെ ഇന്ത്യയിലെ മൂവീസ് നല്ലതാണെന്നൊക്കെ പറയും അവർ, പറയാറുണ്ട്. അതെ അതെ. ഇപ്പം ഒരുപാട് എന്താ പറയുക, പുറത്തുള്ള അന്യഭാഷയാണ് ചെയ്തിരിക്കുന്നത്. പക്ഷെ ഈ ലുക്കൊക്കെ കാണുമ്പോൾ ഒരു നാടൻ പെൺകുട്ടിയെ പോലെയാണ്. നാടൻ എനിക്ക് അതായിരുന്നു എൻ്റെ ഫസ്റ്റത്തെ പ്രശ്നം. എൻ്റെ പ്രൊഫൈൽ കാണുമ്പോൾ ഫസ്റ്റിലൊക്കെ, ഇപ്പം കുഴപ്പമില്ല, രേഖാചിത്രത്തിന് ശേഷം അത് മാറി. ആദ്യമൊക്കെ പ്രൊഫൈൽ കാണുമ്പോൾ ഒരു ഡയറക്ടർക്ക് അയച്ചു കൊടുത്താലും എല്ലാവരും പറയുന്നത് ഇത് മോഡേൺ ലുക്കാണല്ലോ, ഇത് പറ്റില്ല എന്ന് പറയായിരുന്നു. രേഖാചിത്രം വന്നതിന് ശേഷമാണ് എനിക്ക് കുറച്ചും കൂടെ നാച്ചുറൽ ആയിട്ട്, അതിൽ ഞാൻ അനശ്വരേൻ്റെ കൂടെ നടന്നു വരുന്നതും പിന്നെ കന്യാസ്ത്രീ ആയിട്ടുള്ള പാട്ട് പാടുന്ന അതിലൊക്കെയാണ് ഞാൻ ഉണ്ടായിരുന്നത്. കുറഞ്ഞ സീൻസേ ഉള്ളൂ. അതിൽ ശരിക്കും പറഞ്ഞാൽ അതൊരു എനിക്കൊരു ബ്രേക്ക് ആയിരുന്നു. ഇത് നാടനും പറ്റും എന്നുള്ളൊരു സാധനമായി. ഇത് ഈ വടത്തിലും എനിക്ക് നാടൻ സാധനമാണ്. ഈ പറഞ്ഞ പോലെ വടത്തിലും ഫസ്റ്റ് ഷൂട്ട് ഡേ അന്ന് എന്നെ മേക്കപ്പ് ഒക്കെ ചെയ്ത് എന്നെ കൊണ്ട് നിർത്തിയപ്പം ക്യാമറമാൻ ചോദിച്ചു, ഇതെന്താ ഇത്, എല്ലാം തുടച്ചുകളാന്ന് കംപ്ലീറ്റ് തുടപ്പിച്ച് ഫുൾ ഡാർക്ക് മേക്കപ്പ് ഇട്ട് ഇപ്പോഴാണ് നമ്മളെ ക്യാരക്ടർ ആയതെന്ന് പറഞ്ഞു. സോ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ട്. അപ്പം ഗായത്രി ആണെങ്കിൽ ഒരുപാട് സിനിമകൾ ചെയ്തു, മലയാളത്തിലും ചെയ്തു, അടയാളം സീരീസ് ചെയ്തു, പ്രീമിയർ പത്മിനി ചെയ്തു. അപ്പം തമിഴിലേക്ക് പോയപ്പോൾ ഒരു മാറ്റം എന്താണ് ഫീൽ ചെയ്തത്? അവിടെ ഭയങ്കര റിയലിസ്റ്റിക് ആയിട്ട് ഈ പറഞ്ഞ പോലെ മേക്കപ്പ് തുടച്ചു കഴിഞ്ഞാൽ നമ്മളൊരു കറുപ്പിച്ചെടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമല്ലോ. എനിക്ക് അങ്ങനെ അതിപ്പോ ക്യാരക്ടറിനനുസരിച്ചായിരിക്കുമല്ലോ അവരാ മാറ്റുന്നത്. ഇപ്പൊ നമ്മുടെ വടം എന്ന് പറയുന്നത് ഇറ്റ്സ് എ വെരി റോ സബ്ജക്റ്റ് ആണ്, റോ ആയിട്ടുള്ള ഒരു ഫിലിമാണ്. അപ്പൊ അതിന്റെ ബേസും ഈ ഉൾനാടൻ അവരുടെ നേറ്റീവ് വില്ലേജും ആ ഒരു സബ്ജക്റ്റുമായിട്ട് പോകുമ്പോഴേക്കും അതിനനുസരിച്ചുള്ള രീതിയിൽ മേക്കപ്പിന്റെ ആവശ്യമേ ഉള്ളൂ. അല്ലാതെ ഇപ്പോൾ ഒരു ക്യാരക്ടർ ചെയ്യുമ്പോൾ ഒബ്വിയസ്ലി വി നീഡ് സം സോർട്ട് ഓഫ് മേക്കപ്പ്. അപ്പൊ അതിന് നമ്മളിവിടെ യൂസ് ചെയ്യും. ആ ഒരു ഡിഫറൻസ് അതിപ്പോൾ മലയാളത്തിലാണെങ്കിലും ഉണ്ടല്ലോ. ഇപ്പം എവിടെയാണ് ശരിക്കും പറഞ്ഞാൽ മേക്കപ്പ് യൂസ് ചെയ്യുന്നത്? നമ്മൾ ഈ പ്രൊമോഷൻസിന് ഇതിനൊക്കെ ശരിക്കും നമ്മൾ മേക്കപ്പ് യൂസ് ചെയ്യുന്നുള്ളൂ. അല്ലെങ്കിൽ ഈ പറയുന്ന നമുക്ക് മോഡലിങ്ങിന് യൂസ് ചെയ്യാം, അഡ്വർടൈസ്മെന്റ്സിന് യൂസ് ചെയ്യാം, അതേ ഉള്ളൂ. ശരിക്കും സിനിമ എന്ന് പറയുമ്പോൾ ഇപ്പം കംപ്ലീറ്റ് വളരെ റോയാണ്. മേക്കപ്പിന്റെ ഒന്നും വലിയ ഒരു ആവശ്യകത ഉണ്ടെന്ന് തോന്നുന്നില്ല. പിന്നെ തമിഴിൽ പോയപ്പോൾ ഫീൽ ചെയ്ത് എന്താണ്, മലയാളത്തിൽ നിന്ന് മാറിയപ്പോഴും രാജകീയമായിട്ടാണ് തമിഴിലുള്ളവരൊക്കെ നമ്മളെ ട്രീറ്റ് ചെയ്യാന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു വലിയ ഒരു എക്സ്പീരിയൻസ് ഞങ്ങൾക്ക് ശരിക്കും വടത്തിൽ കിട്ടി.
കാരണം ഇതിന്റെ ഈ പ്രൊഡക്ഷൻ ഈ പറഞ്ഞ പ്രൊഡ്യൂസർ രാജശേഖരൻ പുള്ളിക്കാരൻ ആക്ച്വലി ഞങ്ങൾ എല്ലാവരും വിളിക്കുന്നത് അണ്ണ എന്നാണ്. ഞങ്ങൾക്ക് അത്ര എന്താ പറയാ കംഫർട്ട് ആക്കി അവര് നിർത്തി എന്നുള്ളതാണ്. സെറ്റിലൊക്കെ പുള്ളി വരുമ്പോഴേക്കും ഞാൻ എവിടെയും കണ്ടിട്ടില്ല. നമ്മുടെ ഇവിടെ വെള്ളം കൊടുക്കുന്ന വലിയ ആർട്ടിസ്റ്റ് വരില്ല, എല്ലാരും ഒരേ രീതിയിൽ ട്രീറ്റ് അത് സാധാരണ എല്ലാ സെറ്റുകളിലും കാണുന്ന ഒരു കാര്യമല്ല. പല സെറ്റുകളിലും ഞാൻ പോയ എക്സ്പീരിയൻസ് ഉള്ള പല സെറ്റുകളിലും ഒരു ചെറിയൊരു വിവേചനം അവർ വെക്കാറുണ്ട്. ലൈക്ക് ഓക്കെ മെയിൻ ആർട്ടിസ്റ്റ്, ബാക്കിയുള്ള ആർട്ടിസ്റ്റുകൾ ഫുഡിന് പോലും അങ്ങനെ ഒരു വേരിയേഷൻ ഉണ്ടാവും. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വേരിയേഷൻ ഞാൻ കണ്ടില്ല. ലൈക്ക് എല്ലാവരും ഈക്വലി ട്രീറ്റ് ചെയ്തു എന്നുള്ളൊരു വലിയ കാര്യമുണ്ട്. എല്ലാവരും നല്ല രീതിയിൽ ട്രീറ്റ് ചെയ്തു എന്നുള്ളൊരു ഇതുണ്ട്. ആർക്കും ഒരു പക്ഷാഭേദമൊന്നും ഇല്ലാതെ ട്രീറ്റ് ചെയ്തു. അത് ഒരു എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം അത്തരത്തിലുള്ള ട്രീറ്റ്മെന്റ് എനിക്ക് ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആണ് ഇവിടെ നിന്ന്. സിനിക്ക് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്തത്? മലയാളത്തിൽ ഒരുപാട് ഞാൻ വന്നിട്ടില്ല. സോ എനിക്ക് ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എൻ്റർ ആയത് ഞാൻ തമിഴിൽ തന്നെയാണ്. സോ അതുകൊണ്ട് എനിക്കിപ്പോൾ ഈ ഒരു വട മൂവി അതൊരു വേറൊരു ലെവലായിരുന്നു. ആ പ്രൊഡക്ഷൻ ആണെങ്കിലും എല്ലാ ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നമ്മളിവിടെ. സോ അതുകൊണ്ട് ഭയങ്കര സംഭവമായത്, ഒരു നല്ലൊരു രീതിക്ക് നമ്മളെ ട്രീറ്റ് ചെയ്യും അവർ. സോ അതുകൊണ്ട് നല്ലതാണ്. നിങ്ങളിപ്പോ നല്ല ഫ്രണ്ട്സ് ആണോ? അപ്പൊ ശരിക്കും ഇതിൽ ആരെങ്കിലും പാട്ടൊക്കെ പാടുവോ? ഇതിലെ പാട്ടാണേലും ഏതെങ്കിലും രണ്ടുപേര് പാട്ട് ഞാൻ ചിന്മയ മാഡത്തിനോട് ചെയ്യുന്ന വലിയ തെറ്റായി കുഴപ്പമില്ല, ഇമാൻ സാറിനോട് ചെയ്യുന്ന വലിയ തെറ്റായി പോകും. ലിറിക്സ് അത്ര കറക്റ്റ് ആയിട്ട് അറിയില്ല. ഈ ഇന്റർനാഷണൽ മോഡലൊക്കെ ആണല്ലോ, അപ്പം നിങ്ങൾ ഒരുപാട് മോഡലിംഗ് കരിയറിന്ന് സിനിമയിലേക്ക് വരുമ്പോൾ അത് ഭയങ്കര ഈസിയാണോ? മോഡലിംഗ് സിനിമയിലേക്ക് വരിക എന്ന് പറയുന്നത് 3 പേർക്ക് ഉത്തരം പറയാം. കഷ്ടമാണ്. എന്താ വെച്ചാൽ മോഡലിംഗ് ഒരു വേറൊരു വേ ആണ്. ആക്ടിങ് പറയുമ്പോൾ നമ്മളത് ജീവിക്കണം, മനസ്സിലായോ? മോഡലിംഗ് ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ഫേസ് എക്സ്പോഷർ ചെയ്യാനുള്ള ഒരു പ്ലാറ്റ്ഫോമാണ് മോഡലിംഗും ഈ പറഞ്ഞ പോലെ അത്ര ഈസി അല്ല. അതിനെന്ന് വെച്ചിട്ട് ശരിക്കും നമ്മൾ എഫേർട്ട് ഇട്ടാൽ തന്നെ മോഡലിംഗിലേക്കും എത്താൻ പറ്റുള്ളൂ. രണ്ടും ഈസി അല്ല. സിനിമയാണെങ്കിലും പ്രോപ്പർ ഓഡിഷൻ ത്രൂ ആണ് നമ്മളുടെ ഇവിടെയൊക്കെ കാസ്റ്റിംഗ് നടക്കുന്നത്. പ്രോപ്പർ ഓഡിഷൻ നമുക്ക് ആക്ട് ചെയ്യാൻ പറ്റുമോ നോക്കും. 2-3 തവണ ഓഡിഷൻസ് ഉണ്ടാവും. ഈ വടത്ത് തന്നെ എനിക്ക് 2 തവണ ഓഡിഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഫസ്റ്റ് ഓഡിഷന് വരുമ്പോൾ ഞാൻ ഈ പറഞ്ഞതുപോലെ ഒരു മോഡേൺ ഡ്രസ് ആയിരുന്നു ഇട്ടത്. സാറ് പറഞ്ഞു എനിക്ക് ഫേസ് ഒക്കെ ഓക്കെയാണ്, പക്ഷെ എനിക്ക് ഇയാളെ നോർമൽ ലുക്കിൽ കാണണമെന്ന്. ആ സമയത്ത് അവിടെ ചെന്നൈയിൽ ഞാൻ ഫസ്റ്റ് ടൈമാണ് പോകുന്നത്. ആ സമയത്ത് ഞാൻ അവിടെ നിന്ന് പോയി ഡ്രസ്സ് ഷോപ്പ് ചെയ്യാൻ പോയി ഡ്രസ്സ് ചുരിദാർ ഇട്ട് വന്നിട്ട് വീണ്ടും ഓഡിഷൻ കൊടുക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളെ സംബന്ധിച്ചിടത്തോളം എക്സ്പീരിയൻസ് ആണ്. നെക്സ്റ്റ് ടൈം പോകുമ്പോൾ നമ്മളൊരു സാരിയും ചുരിദാറും ബാഗിൽ വെക്കും ഓഡിഷന് പോകുമ്പോൾ. അപ്പോൾ ഇതൊക്കെ ഓരോന്നും ഓരോ എക്സ്പീരിയൻസ് ആണ്. ശരിക്കും ക്യാരക്ടറിന് വേണ്ടി നമ്മൾ മാറണം. സോ അല്ലാതെ പറ്റും. ഗായത്രിയുടെ എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ എൻ്റെ എക്സ്പീരിയൻസ് ക്വസ്റ്റ്യൻ വൺസ് മോർ. മോഡലിംഗിൽ നിന്ന് ഭയങ്കര ഈസിയാണോ സിനിമയിലേക്ക് എത്താനായിട്ട്? അങ്ങനെ ചോദിച്ചാൽ ഞാനൊരു ഫുൾ ടൈം മോഡലായിട്ട് വർക്ക് ചെയ്തിട്ടില്ല. സോ എനിക്ക് എക്സ്പീരിയൻസ് ഇല്ല. പിന്നെ നമ്മൾ ഈ അഡ്വർടൈസ്മെൻറ്റ്സിൻ്റെയും ഇപ്പം ആക്ടിങ് വന്നതിന് ശേഷം അത് വെച്ചിട്ട് ആൾക്കാർ ഈ ഫേസ് വെച്ച് അങ്ങനെ അനലൈസ് ചെയ്ത് വിളിക്കുമല്ലോ, അങ്ങനെ പോയി വർക്ക് ചെയ്തിട്ടുണ്ട് എന്നുള്ളതേ ഉള്ളൂ. പിന്നെ അല്ലാതെ തന്നെ ആക്ടിങ്ങിലേക്ക് വരിക, വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ച് ടഫാണ്. കോമ്പറ്റേറ്റീവ് ഫീൽഡാണ് ഓഫ് കോഴ്സ്. പിന്നെ ഇപ്പം പ്യുവർ ടാലൻ്റ് ആണ്. വേറെ നമ്മൾ എത്ര ഭംഗിയുണ്ട്, നമുക്ക് എത്ര കണക്ഷൻസ് ഉണ്ട്, അതിലൊന്നും ഒരു കാര്യമില്ല. പ്യുവർ ടാലൻറ്റ്. നിങ്ങളുടെ കയ്യിൽ കിട്ടുന്ന സ്ക്രിപ്റ്റ്, നിങ്ങൾക്ക് ആ ക്യാരക്ടർ എത്രത്തോളം എന്താ പറയുക പ്രസൻറ്റ് ചെയ്യാൻ പറ്റുമോ അത് തന്നെ ഉള്ളൂ. അതിന് ഒരുപാട് ഉദാഹരണങ്ങൾ നമ്മുടെ മലയാളത്തിലുണ്ട്. ഒരുപാട് പേരുണ്ട്. നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കത്തില്ല ഇവരൊക്കെ ഈ കുട്ടി നായിക ആകുമോ എന്ന് ചോദിച്ചവർക്ക് പോലും നല്ലൊരു ആൻസറുമായിട്ട് അവർ നല്ല ഓൺ സ്ക്രീനിൽ ആ ഒരു പ്രസൻസും ക്യാരക്ടറും എസ്റ്റാബ്ലിഷ് ചെയ്ത ഒരുപാട് പേരുണ്ട്. സോ ഐ തിങ്ക് അങ്ങനെയാണ്. ആൻഡ് വളരെ ടഫസ്റ്റ് ആൻഡ് കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഫീൽഡാണ്. പിന്നെ എല്ലാ ഫീൽഡിലും വർക്ക് ചെയ്തുകൊണ്ട് ഞാൻ ചോദിക്കുക, ഈ കാസ്റ്റിംഗ് കൗച്ച് അങ്ങനെ ബാഡ് എക്സ്പീരിയൻസ് ഒക്കെ ലൈഫിൽ ഉണ്ടായിട്ടുണ്ട് എപ്പോഴെങ്കിലും? എനിക്ക് ദൈവം സഹായിച്ച് ഇതുവരെ എനിക്ക് അങ്ങനെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടായിട്ടില്ല. പ്രോപ്പറായിട്ടുള്ള ടീമുമായിട്ട് അങ്ങനെ പോയത് കൊണ്ടാവാം മേ ബി എനിക്ക് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെ ഇല്ല. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം? എനിക്കും ഡയറക്ടർ നമ്മൾ പോയി ഓഡിഷൻ അറ്റൻഡ് ചെയ്യുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനത്തെ ഒന്നും ഫീൽ ആയിട്ടില്ല. ഇല്ല ഇതുവരെ? ഇല്ല.
അങ്ങനെയല്ല, അപ്പൊ നമ്മൾ ഒരുപാട് എന്തെങ്കിലും ലൈഫിൽ എന്തെങ്കിലും വിഷമമുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഈ സിനിമയിലേക്കൊക്കെ വന്ന സമയത്ത്? സിനിമയില് നമുക്ക് വിഷമം ഉണ്ടാക്കുന്ന കാര്യം റിജക്ഷൻസ് തന്നെയാണ്. നമുക്ക് ഒരുപാട് നമ്മൾ ഓരോ സ്റ്റെപ്പ് പോകുമ്പോഴും നമുക്ക് നല്ല റിജക്ഷൻസ് വരും. അത് ആ റിജക്ഷൻ നമുക്ക് വരുമ്പോഴേ നമ്മൾ ഇമ്പ്രൂവ് ആവുള്ളൂ. അത് വലിയൊരു പോയിന്റ് ആണ്. അപ്പം റിജക്ഷൻസ് കിട്ടി 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 നമ്മൾ എത്തണം. അപ്പം എന്നോട് കുറെ പേര്, ഇപ്പം ഞാൻ ഇതെന്റെ 4ാമത്തെ വർഷമാണ് ആക്ടിങ് ആൻഡ് മോഡലിംഗിൽ. ഞാൻ സ്റ്റാർട്ട് ചെയ്തത് അറബിയിലാണെങ്കിലും എനിക്ക് മലയാളത്തിൽ നിന്നും തമിഴിൽ നിന്നും എനിക്ക് കാര്യമായിട്ട് ഞാൻ ഓഡിഷൻ കൊടുക്കുന്നതൊന്നും ഞാൻ കാര്യമായിട്ട് സെലക്ട് ആവുന്നുണ്ടായിരുന്നില്ല. അപ്പം ഞാൻ എൻ്റെ ഡ്രോബാക്ക് മനസ്സിലാക്കി. ഞാൻ ഓഡിഷൻ്റെ ഫ്ലോപ്പാണ്. ഞാൻ ക്യാമറേൻ്റെ മുന്നിൽ ആ ക്യാരക്ടറായി നിൽക്കുന്ന സാധനമല്ല. ഞാൻ ഓഡിഷനിൽ ശരിക്കും എനിക്ക് മോണോക്ട് ഫീൽ ആയിരുന്നു. ഓഡിഷൻ പറ്റ ഫ്ലോപ്പായിരുന്നു. അത് ഞാൻ കറക്റ്റ് ചെയ്ത് കൊണ്ടുവരാൻ ശ്രമിച്ചു. അപ്പോൾ ലാസ്റ്റ് നാട്ടിലൊരു കൊച്ചിയിലൊരു ഓഡിഷൻ കൊടുത്തു. ഓഡിഷൻ നന്നായി എന്ന് അവർ പറഞ്ഞപ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞ സന്തോഷമായി. അപ്പോൾ എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റ് കാണാനുണ്ട്. അപ്പോൾ നമ്മൾ പ്രോപ്പർ വേയിൽ പോവുക എന്നുള്ളതാണ്, വേറെ ഒന്നും ഇല്ല ഇതിൽ. കുറച്ച് ക്ഷമ വേണം ഇതിൽ നമ്മൾ എത്തേണ്ടോടത്ത് എത്താൻ. മെല്ലെ എന്താ പറയാ, ഇരുന്നിട്ട് കാലിൽ നീട്ടുക എന്ന് പറയുന്ന ഒരു സാധനമില്ലേ, അത് തന്നെ. പെട്ടെന്ന് നമ്മൾ നാളെ കയറി ഹീറോയിൻ ആവണം എന്നൊക്കെ പറഞ്ഞാൽ ചിലപ്പോൾ പോസിബിൾ ആയിട്ടുള്ള കാര്യമല്ല. അപ്പം മെല്ലെ 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 പഠിച്ച് നമ്മൾ എത്തേണ്ടോടത്ത് എത്തുന്ന എപ്പോഴും നല്ലത്. പഴയൊരു രീതിയിൽ നിന്ന് ഒരുപാട് മാറിയല്ലോ. ഇപ്പം ഹീറോയിൻസ് എന്ന് പറയുന്ന സാധനം ഇല്ല. ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് ആണ് ഹീറോ. സ്ക്രിപ്റ്റിന് എന്താണ് ക്യാരക്ടേഴ്സ് ആവശ്യമുള്ളത്, ആ ക്യാരക്ടേഴ്സിലേക്ക് എത്തുക എന്നുള്ള ഒരു പരിപാടി. ഇപ്പം നമുക്ക് ആ ഒരു ടെൻഷനും ഇല്ല. ലൈക്ക് അയ്യോ നാളെ കുറച്ച് ഏജ് മാറിക്കഴിഞ്ഞാൽ നമുക്ക് ഹീറോയിൻ ആവാൻ പറ്റില്ലല്ലോ എന്നുള്ള ഒരു ടെൻഷനിൽ നിന്ന് ആക്ച്വലി ഒരുപാട് മാറിയല്ലോ. സിനിമ ഡെവലപ്പ് ആയതിന്റെ ഭാഗമായിട്ട് അപ്പൊ നമുക്കിപ്പം നല്ല 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 ക്യാരക്ടേഴ്സ് ചെയ്യുക എന്നുള്ള ഒരു ഐഡിയയിലേക്ക് ഡെവലപ്പായി. ലിറിക്സ് കിട്ടിയോ? ഞാൻ എടുത്തു. ഞാൻ സ്ഥിരം പയറ്റുന്ന സാധനമാണ്. என் நெஞ்சில் தோன்றும் அதையாவும் பேச பல ஜென்ம மீண்டும் 7 ஜென்மம் ஒன்றாக சேர்ந்து உன்னோடு என்றேன் நான் வாழ வேண்டும். காலம் முடியலாம், நாம் காதல் முடியுமா? நீ பார்க்க பார்க்க காதல் கூடுதே. உன்னாலே என்னாலும் என் ஜீவன் வாழுதே. சொல்லாமல் உன் சுவாசம் என் மூச்சில் சேருதே. നല്ല വോയിസ്. എന്നാലും പാട്ടൊക്കെ ട്രൈ ചെയ്യണം സിനിമയില്. അതെ അടുത്ത പാടാം. ഈ ഡ്രൈവിംഗ് ലൈസൻസിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്ന സമയത്ത് എങ്ങനെയായിരുന്നു ഫീൽ ചെയ്ത്? പൃഥ്വിരാജിനെ അതുപോലെ തന്നെ അവര് മത്സരിച്ച് അഭിനയിച്ചാണല്ലോ സുരാജ് ചേട്ടൻ. അത് ഡ്രൈവിംഗ് ലൈസൻസിന്റെ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പഠിച്ചിറങ്ങിയിട്ട് ഒരു ഫ്രഷറായിട്ട് ലൈക്ക് ഞാൻ ആക്ടിങ്ങിൽ നമ്മൾ പോയി നിൽക്കുന്നത് ഇൻ ഫ്രണ്ട് ഓഫ് ക്യാമറ അത് വേറെയും ബിഹൈൻഡ് ക്യാമറ നമ്മുടെ ട്രീറ്റ്മെൻറ്റ് വേറെയും ആയിരിക്കും ഡെഫിനറ്റ്ലി. അപ്പം ഞാൻ ഈ മറ്റേ ക്യാമറയുടെ മുമ്പിലുള്ള ആ ഒരു ഇതിൽ പോയി അവിടെ വലിയ കാര്യത്തിൽ സ്റ്റൈലൊക്കെ ആയിട്ട് നിന്നു. അപ്പോൾ അവർ പറഞ്ഞു ആ കുട്ടി അത് പോയി അത് ചെയ്യൂ ഇത് ചെയ്യൂ. ഈ ഓട്ടം അലച്ചിൽ ഉറക്കമില്ലായ്മ ബഹളം ഇതൊക്കെ തന്നെയായിരുന്നു. അപ്പോൾ എനിക്ക് ഒരു പോയിന്റിൽ അറ്റ് എ പോയിന്റിൽ എനിക്ക് ചെറിയൊരു മറ്റേ ലൈക്ക് ഹോം സിക്നെസ്സും പരിപാടിയൊക്കെ അടിച്ചു തുടങ്ങി. അയ്യോ ഇത് എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ എന്ന്. പിന്നെ ലൈക്ക് സെറ്റ് അത് ഞാനീ പറയുന്നത് പ്രീ പ്രൊഡക്ഷൻ ടൈമിലുള്ള കാര്യമാണ്. അത് കഴിഞ്ഞ് പ്രൊഡക്ഷൻ ടൈമിലേക്ക് വന്നപ്പം രീതികളും മാറി. അപ്പം നമ്മൾ ഈ പറയുന്ന പോലെ മറ്റേ ആ ഒരു കറക്റ്റ് ലൈക്ക് സ്റ്റാർഡം കാണുന്നു. സ്റ്റാർസുമായിട്ട് ഡയറക്റ്റ് നമ്മൾ അവരുമായിട്ട് സംസാരിക്കുന്നു. അവരോട് നമുക്ക് ഇൻട്രാക്ട് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടുന്നു. ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ എന്ന് പറയുന്ന വാല്യൂ എന്താണെന്നുള്ളത് അപ്പം ഞാൻ ഭയങ്കരമായിട്ട് മനസ്സിലാക്കി. അതുവരെ നമ്മൾ ആസ് എൻ ആക്ടർ ഓക്കെ അസിസ്റ്റന്റ് ഡയറക്ടേഴ്സ് വരുന്നു ഓരോന്ന് പറയുന്നു പോകുന്നു അത് നമ്മൾ ഓക്കെ ഈ സാധനമായിരുന്നു. ശരിക്കും അവരുടെ വാല്യൂ എന്താണ് എന്നുള്ളത് നമ്മുടെ സെറ്റിൽ നമ്മൾ പ്രോപ്പറായിട്ട് നിന്ന് വർക്ക് ചെയ്തപ്പോഴാണ് അവരുടെ ഓരോരുത്തരുടെയും ഇമ്പോർട്ടൻസ് എന്താണ്. ലൈക്ക് ലിറ്ററലി ഇപ്പം കാരവനിൽ നിന്ന് ഒരു ആക്ടറിനെ നമ്മൾ പിക്ക് ചെയ്ത് അവരെ ലൊക്കേഷനിൽ ഡ്രോപ്പ് ചെയ്യുന്നത് തൊട്ട് അവർക്ക് നമ്മൾ ഒരു പാഡ് നമ്മൾ കൊടുക്കുന്നത് തൊട്ട് കോർഡിനേറ്റ് ചെയ്യുന്നത് തൊട്ട് അവരുടെ കോസ്റ്റ്യൂം ചെക്ക് ചെയ്യുന്നത് തൊട്ട് ഒരുപാട് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട്. എന്തെങ്കിലും എവിടെയെങ്കിലും പാളിച്ച ഉണ്ടെന്നുണ്ടെങ്കിൽ തെറിവിളി 101% ഉറപ്പാണ്. കേട്ടിട്ടുണ്ടോ? ഒരുപാട് കേട്ടിട്ടുണ്ട്. എനിക്കതൊരു ഭയങ്കര രസമുള്ള എക്സ്പീരിയൻസ് ഉണ്ട്. പക്ഷെ ഞാൻ അതിപ്പോൾ ഇവിടെ പറയുന്നില്ല.
ഒന്ന് പറ. അത് അത് ഒരു പെൺകുട്ടി അസിസ്റ്റന്റ് ഡയറക്ടർ ആവുമ്പോഴേ എങ്ങനെയുണ്ടായിരുന്നു? നമുക്ക് വിഷമം ഉണ്ടായിട്ടുണ്ടോ എന്തെങ്കിലും ഇങ്ങനെ തെറിവിളിയൊക്കെ കേട്ടിട്ട്? ഇല്ല ഇല്ല ഇല്ല, ആ ഒരു സംഭവം എനിക്ക് ഫീൽ ചെയ്തിട്ട്. കാരണം ഞാൻ ഓൾറെഡി പ്രിപ്പയർഡ് ആയിരുന്നു. കാരണം നമുക്ക് എന്തെങ്കിലും രീതിയിലൊക്കെ ചെറിയ ചെറിയ വഴക്കുകൾ. പക്ഷെ ഞാനൊരു കാര്യം പറയാം, എനിക്ക് സെറ്റിൽ ഭയങ്കരമായിട്ടുള്ള നല്ല ട്രീറ്റ്മെന്റ് ആയിരുന്നു. പെൺകുട്ടിയാണെന്നുള്ളതല്ല, ഞാനൊരു ആക്ടറാണ്. ഞാൻ ആക്ടർ കം ഇപ്പം ഒരു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വന്നതുകൊണ്ട് അവർക്ക് ആ ഒരു സാധനം, ഇവിടെ എന്തെങ്കിലും പറഞ്ഞാൽ ഇവള് കരയും, ആ ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. നിതിൻ മൈക്കിൾ എന്നായിരുന്നു എൻ്റെ ആശാൻ, അതായത് ചീഫ് അസോസിയേറ്റ് ഡയറക്ടറിൻ്റെ പേര്. ജീൻ ലാലായിരുന്നു ഡയറക്ഷൻ ചെയ്തിരുന്നത്. അപ്പം ആശാനൊക്കെ ഒരു കുട്ടി അവള് പോട്ടെ, അത് വിട്ടേക്ക്, അവളെ വഴക്ക് പറയണ്ട, ആ ഒരു ട്രീറ്റ്മെന്റ് ആയിരുന്നു. അതുകൊണ്ട് എനിക്ക് ഒരുപാട് തെറിവിളിയൊന്നും കേട്ടിട്ടില്ല. എന്നാലും രസകരമായിട്ടുള്ള അനുഭവം, രസകരമായിട്ടുള്ള അനുഭവം എന്ന് പറയുന്നത് അത് തന്നെയാണ്. തെറിവിളിയായിട്ടില്ല, പക്ഷെ എന്നാലും ചെറിയ കൊട്ട് കിട്ടും ഇടയ്ക്ക്. അതായത് നമ്മുടെ ചില സമയത്ത് ഈ ആക്ടേഴ്സിന് ഇവര് ചെറിയ ചെല്ലപ്പേരുകൾ വെച്ചിട്ടുണ്ട്. അപ്പൊ വിളിച്ചിട്ട് വാന്ന് പറയുമ്പോൾ ഒരു കൺഫ്യൂഷൻ ഉണ്ട് എനിക്ക്. അതും ചെല്ലപ്പേര് ഒരേപോലെ തന്നെ 2 പേർക്ക് അവിടെ ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ചെന്നിട്ട് ലാലു അലക്സ് സാറിനെ വിളിച്ചോണ്ട് താഴെ കൊണ്ടുവന്നു. അപ്പോഴേക്കും നിന്നോട് ആരാടി ലാലുച്ചാനെ വിളിച്ചോണ്ട് വരാൻ പറഞ്ഞേ? അപ്പോൾ എനിക്ക് ആകെ കൺഫ്യൂഷൻ. പുള്ളീനെ അല്ലേ, പുള്ളി ഇറങ്ങി വരികയും ചെയ്തു. അപ്പം ഞാൻ മറ്റേ ഇങ്ങനെ പതറിയിടിക്കാൻ തുടങ്ങി. എനിക്ക് എന്ത് പറയണമെന്നല്ല. സാർ അതെങ്ങനെയാണ്, ഈ പ്രാവശ്യം നിന്നെ ഞാൻ വെറുതെ വിട്ടേക്കുന്നു, അടുത്ത പ്രാവശ്യം ആണെങ്കിൽ നിനക്ക് വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെയൊക്കെ കുറച്ചിങ്ങനെ ഫണ്ണി ആയിട്ടുള്ള കുറേ സംഭവങ്ങൾ. പിന്നെ ഞാൻ പൃഥ്വിരാജ് ഒരു വലിയ ഫാനാണ്. ആൻഡ് പുള്ളിയുടെ കൂടെ എനിക്ക് അഭിനയിക്കാനും പറ്റിയിരുന്നു. 9-ലൊരു ചെറിയ സ്ക്രീൻ സ്പേസ് ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് പുള്ളി എന്നെ ലൈക്ക് എന്തോ രീതിയിൽ എന്നെ നോട്ടീസ് ചെയ്തിട്ടുണ്ട് ആ ഒരു സീൻ ചെയ്യുന്ന സമയത്ത്. അതിൽ ഞാൻ രാഹുലിന്റെ വൈഫായിട്ട് ഒരു ചെറിയൊരു സെമിത്തേരി സീക്വൻസ് ആയിരുന്നു ചെയ്തത്. അപ്പം അതിൽ കണ്ടിട്ട് പെർഫോം ചെയ്ത സമയത്ത് തന്നെ ലൈക്ക് യു ഡിഡ് ഗ്രേറ്റ് എന്നുള്ള രീതി പറഞ്ഞു. അതെനിക്ക് ഭയങ്കര ഒരു അംഗീകാരമാണ്. കാരണം അവരെ പോലുള്ളവർ നമ്മളുടെ ആക്ടിങ് കണ്ടിട്ട് അങ്ങനെ പറയാന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഏതാണ്ട് ഒരു 1.5 കൊല്ലത്തിന് ശേഷമാണ് ഞാൻ ഡ്രൈവിംഗ് ലൈസൻസിൽ വർക്ക് ചെയ്യാൻ ചെല്ലുന്നത്. പുള്ളി എന്നെ ഫസ്റ്റ് ഡേ എനിക്കിപ്പോഴും അറിയാം, അത് വലിയൊരു ക്രൗഡ് മാനേജ് ചെയ്യുന്ന ഒരു സീനായിരുന്നു ആ സീക്വൻസ്. ഞാൻ കുറച്ച് ദൂരെ, ഇവര് ഷെഡിൽ ഇരിക്കുകയാണ്, കുറച്ച് ദൂരെയായിട്ട് മാറിയെന്ന് ഞാൻ ഈ ക്രൗഡ് അറേഞ്ച് ചെയ്തുകൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ലൈക്ക് പുള്ളി ലിറ്ററലി എന്നെ കൈ കാണിച്ച് വിളിച്ചപ്പോൾ ഞാൻ എന്തോ അടുത്ത് കേൾക്കാൻ പോണു. അതും രാജുവേട്ടൻ്റെ വായി തന്നെ കേൾക്കണമല്ലോ എന്നുള്ള ഡൗട്ടിൽ പോയി. പക്ഷെ പുള്ളി കറക്റ്റായിട്ട് വിളിച്ചത്, നമ്മൾ വർക്ക് ചെയ്തിട്ടുണ്ടല്ലോ, നമ്മൾ എവിടെയാണ് വർക്ക് ചെയ്തത്, നിൻ്റെ കൂടി ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോഴാണ് ലൈക്ക് പുള്ളിയുടെ മെമ്മറി എന്ന് പറയുന്ന കാര്യം എത്രത്തോളം ഉണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അതുപോലെ ഓൺ സെറ്റിൽ ഞാനത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കി. സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് പുള്ളി ലൈക്ക് ചിട്ടി റോബോ പോലെയാണ് സീരിയസ്ലി. കാരണം പുള്ളിയുടെ ഡയലോഗ്സ് പ്ലസ് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആക്ടറിന്റെ ഡയലോഗ്, ആ സീനിന്റെ കംപ്ലീറ്റ് ഐഡിയ പുള്ളിക്കുണ്ട്. കറക്റ്റായിട്ട് ക്യാമറാമാൻ ലൈറ്റ് സെറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്ത് വെച്ചാൽ പുള്ളി വന്നങ്ങ് നിൽക്കുകയാണ്, ചോദിക്കുന്നില്ല, എവിടെ നിൽക്കണം എന്ന് ചോദിക്കുന്നില്ല. പക്ഷെ പുള്ളിക്ക് അത് അറിയാം. പുള്ളി കറക്റ്റായിട്ട് നോക്കുന്നു, വന്ന് ഇങ്ങനെ നിൽക്കുന്നു. അതൊക്കെ ആ ഒരു ഓറ എന്ന് പറയുന്നതും ആ ഒരു ലേണിങ്, ആ നോളേജ് എന്ന് പറയുന്നത് ഇറ്റ്സ് ഗ്രേറ്റ്. അത് നമ്മൾ പഠിക്കുന്നതും കൂടെ ആയതുകൊണ്ട് നമുക്കത് കണ്ട് അത് അവരെന്ത് രസമായിട്ട് ഈസി ആയിട്ട് അത് ഹാൻഡിൽ ചെയ്യുന്നു എന്ന് കാണുമ്പോഴേ. പുള്ളി ഒരു ഡയറക്ടറും കൂടെ ആയതുകൊണ്ട് അതെ അതുമാണ്. അപ്പം പുള്ളിക്ക് അതാണ്, അതിനെക്കുറിച്ചുള്ള ടെക്നിക്കൽ നോളേജ് ആണ് ഞാൻ അവിടെ അത് ഭയങ്കരമായിട്ട് മനസ്സിലാക്കിയത്. പ്ലസ് ഈ പറയുന്ന പോലെ മെമ്മറൈസ് ചെയ്യുന്ന കാര്യങ്ങൾ. പുള്ളിക്ക് ഓപ്പോസിറ്റ് അന്ന് എനിക്ക് തോന്നുന്നു ലാലു അലക്സോ ആരോ ഒരാളോ ആയിട്ടുള്ള ഒരു കോമ്പിനേഷൻ സീക്വൻസിൽ അങ്ങോട്ട് തിരുത്തി കൊടുത്തു. ഞാനിങ്ങനെ പെട്ടെന്ന് സ്ക്രിപ്റ്റ് പാഡ് എടുത്ത് വെച്ചിട്ട് മറിച്ച് നോക്കിയപ്പോഴേ കറക്റ്റ് ആ വേർഡ്, എന്തോ ഒരു വേർഡായിരുന്നു, കറക്റ്റായിട്ട് അതുപോലെ തന്നെ മെമ്മറിയുടെ ഒരു ഇതല്ലേ. പുള്ളിയുടെ ഡയലോഗ് അല്ല, ലാലു അലക്സിന്റെ ഡയലോഗ് ആണെന്നുള്ളത് ആലോചിക്കണം. അപ്പൊ അതുപോലെ എത്ര മെമ്മറൈസ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരുപാട് എനിക്ക് ലൈക്ക് വാവ് എന്നുള്ള മൊമെന്റ്സ് ഒരുപാട് ഉണ്ടായിരുന്നു. പൃഥ്വിരാജായിട്ടും അതുപോലെ സുരാജായിട്ടും തമ്മിലുള്ള കോമ്പിനേഷൻ ഒക്കെ എങ്ങനെയുണ്ടായിരുന്നു അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് കണ്ടു നിന്നപ്പോ? അത് ഭയങ്കര എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ലിറ്ററലി ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറച്ച് പോർഷൻസിൽ ഉണ്ടായിരുന്നുള്ളൂ. അത് കഴിഞ്ഞപ്പോൾ ഞാൻ ഏതാണ്ട് നമുക്ക് ആ ടൈമിലാണ് കോവിഡും പിന്നെ വെള്ളപ്പൊക്കം ഫ്ലഡിന്റെ സീനും ഒക്കെ വന്നത്. ലൈക്ക് അവരുടെ കോമ്പിനേഷൻ ഈ പറയുന്ന പോലെ അവര് ആക്ടർ സൂപ്പർ സ്റ്റാറും ഒരു സാധാരണക്കാരനും തമ്മിലുള്ള ഒരു സാധനമാണല്ലോ അതിൽ ബേസിക്കലി വർക്ക്ഔട്ട് ആയിരിക്കുന്നത്. ആ ഒരു ട്രാൻസ്ഫോർമേഷൻ ഉണ്ടല്ലോ, ലൈക്ക് സുരാജ് ഏട്ടൻ പറയണ്ടല്ലോ, അഭിനയ വേറെ ലെവലാണ് പുള്ളി അഭിനയിച്ച് ഓരോ കാര്യങ്ങൾ പഠിക്കുന്നത്. അപ്പൊ അത് തന്നെ ആ ഒരു കോമ്പറ്റീഷൻ ഭയങ്കരമായിട്ടും നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ലൈക്ക് നമുക്ക് ഉള്ളിൽ നിൽക്കുമ്പോൾ തന്നെ അറിയാം ലൈക്ക് ആ ഒരു സംഭവം ഉണ്ട് എന്നുള്ളത്. കണ്ടു പഠിക്കുക എന്നുള്ള ഒരുപാട് കാര്യമുണ്ട്. അവരിൽ നിന്നൊക്കെ ഒരുപാട് പറ്റിയിട്ടുണ്ട്. ഇനിയും ഇപ്പൊ ഡയറക്ഷൻ ഒക്കെ ആഗ്രഹമുണ്ടോ? ഭാവിയിൽ എപ്പോഴെങ്കിലും അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി എല്ലാം ചേർന്ന് വരികയാണെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും യെസ്.
അസിസ്റ്റന്റ് ഡയറക്ടറുടെ പണി കുറച്ച് പാടാണല്ലോ, കുറച്ച് ബുദ്ധിമുട്ടാണല്ലേ? അസിസ്റ്റന്റ് ഡയറക്ടേഴ്സിന്റെ പരിപാടി പണി നല്ല പാടാണ്. അതായത് നമ്മൾ വിചാരിക്കും പോലെയല്ല. അവരുടെ കഷ്ടപ്പാട്, ഉറക്കമില്ലായ്മ, അവരുടെ അറേഞ്ച്മെന്റ്സും കാര്യങ്ങളും ഒക്കെ തന്നെയാണ് ഒരു സിനിമയുടെ ഏറ്റവും വലിയ നട്ടെല്ലെന്ന് പറയുന്നത്. അവര് ശരിക്കും കൂടുതൽ സെറ്റിൽ ഓടി നടന്ന് എല്ലാം കോർഡിനേറ്റ് ചെയ്ത് അറേഞ്ച് ചെയ്യുന്നതാവുന്നത് അവർക്കൊരു വലിയൊരു എന്താ പറയാ, ഞാൻ ഭയങ്കരമായിട്ട് അവരെ റെസ്പെക്ട് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം. ഞാൻ പേഴ്സണലി പോയി അവരുടെ ആ സ്പേസിൽ നിന്നപ്പോഴാണ് ഞാൻ അവരുടെ പണി ഇത്രത്തോളം ഹാർഡ് വർക്കിംഗ് ആണ് അവരെന്നുള്ളത് മനസ്സിലാക്കുന്നത്. നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടോ? അസിസ്റ്റന്റ് ഡയറക്ഷൻ ഒക്കെ ചെയ്യണമെന്നുണ്ടോ? അപ്പൊ ഇപ്പൊ മറ്റു ഭാഷകളൊക്കെ ചെയ്യുന്നുണ്ടല്ലോ, ഇപ്പൊ അറബിക്ക്, ഇറാനിയൻ, അപ്പൊ അതിലൊക്കെ ഈ മലയാളികൾക്കൊക്കെ എത്തിപ്പെടാൻ എന്താ വേണ്ടത് ശരിക്കും? എങ്ങനെയാണ് അതിലേക്ക് പോയത്? എൻ്റെ ഒരു ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഞാൻ എവിടെ പോസ്റ്റ് കണ്ടാലും വെബ്സൈറ്റും ഇൻസ്റ്റഗ്രാമും ഒക്കെ ചെക്ക് ചെയ്യും. അപ്പം ഒരു പോസ്റ്റ് കണ്ട് അതിലേക്ക് നമ്മൾ ആപ്റ്റ് ആണ്, നമ്മളെ ഏജ് കാറ്റഗറി, ലുക്ക് കാറ്റഗറി ഒക്കെ കൊടുത്തിട്ടുണ്ടാവുമല്ലോ, ആപ്റ്റ് ആണെന്ന് തോന്നി കഴിഞ്ഞാൽ ഞാൻ അപ്ലൈ ചെയ്യും. ഏത് ലാംഗ്വേജ് ആണെങ്കിലും. എനിക്ക് ലാംഗ്വേജ് അറിയോ ഇല്ലേ എന്നുള്ളത് ഞാൻ രണ്ടാമതേ ചിന്തിക്കുള്ളൂ. പിന്നെ നമ്മൾ ഈ പ്രൊഫൈൽ അയക്കുന്ന കൂട്ടത്തിൽ ലാംഗ്വേജ് മെൻഷൻ ചെയ്യല്ലോ, അവിടെ കാര്യങ്ങളെല്ലാം മെൻഷൻ ചെയ്യും. അങ്ങനെ എനിക്ക് ഈ ഇതൊന്നും കോള് വന്ന് ഫസ്റ്റത്തെ. ഇപ്പം സന എന്ന് പറയുന്ന ഒരു കാസ്റ്റിംഗ് ഡയറക്ടർ ആയിരുന്നു ദുബായിൽ എന്നെ ഫസ്റ്റ് MBC ചാനലിലേക്ക് കാസ്റ്റ് ചെയ്യുന്നത്. അപ്പം എന്നോട് ചോദിച്ചാൽ അറബി സംസാരിക്കുമെന്ന്. ഞാൻ പറഞ്ഞില്ല, അറബി സംസാരിക്കില്ല എന്ന് പറഞ്ഞു. എന്താ അറിയാം അറബിയിലെന്ന്. അപ്പം ഞാൻ വോയിസ് വിട്ടു, അസ്സലാമു അലൈക്കും കൈഫൽ ഹാലിക് എന്ന് പറഞ്ഞിട്ട് ഞാനൊരു വോയിസ് വിട്ടു. ഇത്രയൊക്കെ എനിക്കറിയാം, പക്ഷെ ഡയലോഗ് തന്നാൽ ഞാൻ ആ സ്ലാങ് പിടിച്ചോളാം എന്ന് പറഞ്ഞു. ഇല്ല, എന്നോട് പറഞ്ഞു ഒന്ന് വരണം, നമുക്ക് ഓഡിഷൻ നോക്കണം എന്നൊക്കെ പറഞ്ഞു. പോകുന്ന പിന്നെ കാര്യങ്ങളൊക്കെ സംസാരിക്കുന്ന എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഇത്ര ദിവസത്തെ ഷൂട്ടാണ്, കോൺഫിഡൻ്റ് ആണോ, ബൈ ഹാർട്ട് പഠിക്കാൻ പറ്റുമോ ലാംഗ്വേജ് എന്നൊക്കെ ചോദിച്ചു. ഓക്കെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അതിലേക്ക് സെലക്ട് ആവുന്നത്. ആക്ച്വലി അവിടെ എത്തിയതിന് ശേഷമാണ് ഞാൻ അറിയുന്നത് ഞാൻ MBC ചാനലിലാണ് അഭിനയിക്കാൻ പോണെന്നുള്ളത്. എനിക്ക് ചാനലൊന്നും അവർ റിവീൽ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അത് ഭയങ്കര ലൈഫിൽ ഭയങ്കര ഒരു പ്രൗഡ് മൊമെൻ്റ് ആയിരുന്നു. അത് കണ്ടിട്ടാണ് പിന്നെ ദുബായ് സമ TVയിലോട്ട് അടുത്ത സീരീസിന് വേണ്ടി വിളിക്കുന്നത്. അങ്ങനെ 2 അറബിക് സീരീസാണ് ചെയ്തത്. അപ്പോൾ അറബിക്ക് ഭയങ്കര ഇഷ്ടമാണ്, അതുപോലെ തന്നെ മലയാളത്തിലാണ് എനിക്ക് കൂടുതൽ. സത്യം പറയട്ടെ, എനിക്ക് ലാംഗ്വേജിലൊക്കെ പുറത്ത് അഭിനയിക്കാൻ ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ നമ്മൾ ഇവിടെ മലയാളം തമിഴൊക്കെ അല്ലേ കണ്ട് വളർന്നേ. ഞാൻ പക്കാ മലയാളിയാണ്. അപ്പോൾ നമ്മൾ ആ രേഖാചിത്രത്തിൽ ഒരു ചെറിയ റോള് ചെയ്തപ്പോൾ നമുക്ക് കിട്ടിയ ഒരു സാധനം ഉണ്ടല്ലോ, അത് അവിടുന്ന് അത് കിട്ടുന്നുണ്ടായിരുന്നില്ല അവിടെ ചെയ്തിട്ട്. അപ്പൊ ശരിക്കും എനിക്ക് ഇവിടെ ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ശരിക്കും മലയാളത്തിലും തമിഴിലൊക്കെ അഭിനയിക്കണം. മമ്മൂക്കയുടെ അതും അത്രയും നല്ലൊരു മൂവിയിൽ രേഖാചിത്രത്തില് ജോഫിൻ സാർ എടുത്ത് പറയേണ്ട സാറാണ്. പിന്നെ അതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്ത 2 പേരുടെ പേര് ഇവിടെ, അമർ എന്ന് പറയുന്ന നമ്മളുടെ ഒരു സുഹൃത്തും പിന്നെ അതിൽ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിട്ടുള്ള സുമേഷ് ഏട്ടനും, 2 പേരാണ് ഇതിലേക്ക് എന്നെ കാസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ലാസ്റ്റ് മൊമെന്റ് സിനിമ തുടങ്ങുന്നതിന്റെ 2 ദിവസം മുന്നേ എന്നെ കാസ്റ്റ് ചെയ്യുന്നത്. എന്നോട് പറഞ്ഞു മെയിൻ റോളൊക്കെ ഓൾറെഡി ഫിക്സ്ഡ് ആണ്. ഞാൻ പറഞ്ഞു എന്ത് റോളായാലും കുഴപ്പമില്ല, ഞാൻ ചെയ്യാം. എനിക്കൊരു തുടക്കമായിരുന്നു അപ്പോൾ വേണ്ടത്. നല്ലൊരു കാവ്യ ഫിലിംസിന്റെ കൂടെ തുടങ്ങാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷം. ഇനി നല്ലൊരു തുടക്കമാവട്ടെ. വടം ഇനി കാണാനുള്ള പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? വടം നാളെ റിലീസാണ്. സോ എല്ലാവരും തിയേറ്ററിൽ പോയി കാണണം, ഞങ്ങളെല്ലാം സപ്പോർട്ട് ചെയ്യണം. മാർച്ച് 6 മാർച്ച് 6 ഫ്രൈഡേ. സോ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ഓക്കെ, രണ്ടാളും പറഞ്ഞോളൂ പ്രേക്ഷകരോട്. എല്ലാവരും സിനിമ കാണാം. കാരണം നമ്മളപ്പോൾ ഒരുപാട് ആർട്ടിസ്റ്റ്, നമ്മളൊക്കെ പുതിയ ആൾക്കാരാണ്, ഇവര് ഓൾറെഡി എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ്, ഞാനാണ് ഫസ്റ്റ്. പിന്നെ നല്ല അടിപൊളി കാസ്റ്റ് ആണ് എല്ലാവരും. ബാലസാറൊക്കെ എല്ലാവർക്കും അറിയാലോ, വിമൽ സാറ്. പിന്നെ ഇതിലെ നായിക നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതില് നമ്മളുടെ വിമൽ സാറിന്റെ അമ്മയും അച്ഛനായിട്ട് അഭിനയിച്ചൊക്കെ എനിക്ക് കിട്ടുന്നില്ല, അവരൊക്കെ ഒരുപാട് സിനിമയില് എല്ലാം വലിയ കാസ്റ്റ് ആണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അപ്പൊ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് സിനിമ കാണാം. ഇവിടെ കൊച്ചിയിൽ വന്ന് പ്രൊമോഷൻ ചെയ്ത് സോ ഇവിടെ ഇരിക്കുമ്പോൾ ഞങ്ങൾക്ക് ഒരു പ്രൗഡായിട്ട് ഫീൽ ആവുന്നുണ്ട്. സോ എല്ലാവരും ഞങ്ങളെ സപ്പോർട്ട് ചെയ്യും. അതിന് ശരിക്കും പറഞ്ഞാൽ ഈ വടം ടീമിന്റെ അടുത്ത് ഒരു പ്രത്യേക താങ്ക്സ് ഉണ്ട് കേട്ടോ. ഇങ്ങനെ കൊച്ചിയില് ഇപ്പം ഇന്ന് നിങ്ങൾക്ക് അറിയാലോ, അതെ, ഇങ്ങനെ ഒരു ഇന്റർവ്യൂ നമുക്ക് ഇവിടെ നമ്മളെ വിളിച്ചിരുത്തി ഈ ഒരു സെറ്റപ്പ് ഉണ്ടാക്കി തന്നതിൽ ഒരുപാട് താങ്ക് യു. പിന്നെ നമ്മൾ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട 2 വ്യക്തികളുണ്ട്, ജോൺ ആൻഡ് വിക്ടർ. സോ അവരാണ് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നത്. അപ്പൊ അവർക്കും താങ്ക് യു സോ മച്ച്. ഗായത്രി, അപ്പോൾ മാർച്ച് 6 വടം റിലീസ് ആവുകയാണ്. ഓൾ കേരള റിലീസാണ്. ഒരുപാടധികം സന്തോഷം ഇങ്ങനൊരു ക്രൂവില്, ഇങ്ങനൊരു കാസ്റ്റ് ആൻഡ് ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ കഴിഞ്ഞത്. ആൻഡ് ഒരുപാട് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്, ഒരുപാട് നല്ല ഫ്രണ്ട്ഷിപ്പ് കിട്ടി, ഒരുപാട് നല്ല അനുഭവങ്ങൾ കിട്ടി. അപ്പം എന്തായാലും മറക്കാതെ എല്ലാവരും മാർച്ച് 6 തൊട്ട് പടം തിയേറ്ററിൽ തന്നെ പോയി കാണുക. എന്തായാലും നിങ്ങൾക്കൊരു പുതിയൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അവർ തമിഴ് കൾച്ചറുമായിട്ട് ബ്ലെൻഡ് ചെയ്ത്
കാണാൻ പറ്റുന്ന നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയായിരിക്കും. ഒരു മസ്റ്റ് തിയേറ്റർ വാച്ച് എന്ന് തന്നെ ഞാൻ പറയുള്ളൂ. മറക്കണ്ട, മാർച്ച് 6 കാണുക. ഓക്കെ താങ്ക് യു.